9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ 8ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 162ാമത്തെ പേജിലെ ആദ്യത്തെ 4 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ലെങ്ത് ഓഫ് എ കോർഡ് ഓഫ് എ സർക്കിൾ 3 centimeters ഫ്രം ദ സെന്റർ ഈസ് 4 centimeters. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. ആദ്യം അതൊന്ന് വായിച്ചു നോക്കിയേ. വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു കോഡിന്റെ നീളം എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് നമുക്കൊരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് എത്ര അകലെയാണ്? 3 സെന്റിമീറ്റർ അകലെ, അല്ലെ? 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തത്തിന്റെ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ, അല്ലേ? അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയാണ് ആര്? കോഡ്, അല്ലെ? അതായത് സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള കോഡ്. ആ കോഡിന്റെ ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? 4 സെന്റിമീറ്റർ. എത്രയാണ് തന്നിരിക്കുന്നത്? ഇതാണ് വൃത്തത്തിന്റെ സെന്റർ. അത് ഞാൻ O എന്ന് വെച്ചു. ആ സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ ആണ് എങ്ങോട്ടേക്കുള്ള ദൂരം? കോഡിലേക്കുള്ള ദൂരം, അല്ലെ? ആ കോഡിന്റെ നീളം 4 സെന്റിമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? പൈ ആർ സ്ക്വയർ, അല്ലെ? പൈ ആർ സ്ക്വയർ. അതായത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം, അല്ലെ? അപ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും എന്ത് വേണം? റേഡിയസ് വേണം. അതായത് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം, അല്ലെ? സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ലൈനല്ലേ റേഡിയസ്? അതായത് ഇവിടെ നിന്ന് ഞാൻ വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരച്ചു. അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ആ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കുവാണ് എ. ദെൻ ഇവിടെ ബി ഒ, സെന്റർ O ആയിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അത് എന്ത് തരം ട്രയാങ്കിളാ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അല്ലെങ്കിൽ ഒരു മട്ടത്രികോണം അല്ലേ? കാരണം എന്നാ? ദൂരം നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? നേരെയുള്ള ദൂരമല്ലേ കണക്കാക്കുന്നത്? അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെ? പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. അതായത് ഈ കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതായത് ABO എന്ന് പറയുന്നത് എന്ത് തരം ട്രയാങ്കിളാ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ, അല്ലെ? അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏതൊക്കെ സൈഡ് നമുക്ക് അറിയാം? O തൊട്ട് B വരെ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ, അല്ലെ? അതായത് OB തന്നിട്ടുണ്ട്. ഇനി AB എത്രയാണെന്ന് അറിയാവോ? AB കോഡിന്റെ ലെങ്ത് എത്രയാണ്? കോഡിന്റെ ടോട്ടൽ ലെങ്ത് അത് 4 സെന്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ A തൊട്ട് B വരെ എത്രയായിരിക്കും? നമുക്കറിയാം, സെന്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കോഡിന്റെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? കോഡിന്റെ സെന്ററിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. അതായത് AB എന്ന് പറയുമ്പോൾ എത്ര ലെങ്ത് ആയിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെ? 4 സെന്റിമീറ്ററിന്റെ നേർ പകുതി ആയിരിക്കും A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് എന്തൊക്കെ അറിയാം? AB 2 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. OB 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? AO കണ്ടുപിടിച്ചാൽ പോരെ? AO അല്ലേ നമ്മുടെ റേഡിയസ്. അതായത് നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്നും ഏത് കണ്ടുപിടിക്കാം? AO കണ്ടുപിടിക്കാം, അല്ലെ? അതായത് ഇൻ ട്രയാങ്കിൾ ABO പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാലോ. എങ്ങനെ നമുക്ക് എഴുതാം? ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ, അല്ലെ? ബേസ് ഏതാണ്? AB സ്ക്വയർ പ്ലസ് ഹൈറ്റോ BO, അല്ലെ? BO സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് AO സ്ക്വയർ. അറിയാവുന്നതൊക്കെ എഴുതിക്കേ. AB 2 സെന്റിമീറ്റർ, അതായത് 2ന്റെ സ്ക്വയർ പ്ലസ് BO 3 സെന്റിമീറ്റർ, അല്ലെ? 3ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AO സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 3ന്റെ സ്ക്വയർ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു AO സ്ക്വയർ. 9 4 13, അല്ലെ? 13 ദാറ്റ് ഈസ് ഈക്വൽ ടു AO സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ AO എത്രയായിരിക്കും? AO ദാറ്റ് ഈസ് ഈക്വൽ ടു √13. √13 നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെ തന്നെ എഴുതിയാൽ മതി? √13 എന്ന് തന്നെ എഴുതിയാൽ മതി, അല്ലെ? അതായത് നമുക്ക് AO √13 എന്ന് നമുക്ക് കിട്ടി, അല്ലെ? AO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ആ സർക്കിളിന്റെ റേഡിയസ്, അല്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് കിട്ടി √13. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിച്ചാൽ മതി? ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിച്ചാൽ പോരെ. സോ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്നാ πr², അല്ലേ? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ, അല്ലേ? റേഡിയസ് എത്രയായിട്ട് കിട്ടിയത്? √13. അതായത് √13ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √13ന്റെ സ്ക്വയർ എത്രയാ? സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയി പോകും, അല്ലേ? നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ക്വയറും സ്ക്വയർ റൂട്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് കിട്ടും? π ഇൻറ്റു 13 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 13 π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും, അല്ലെ? ഏരിയ ആണ്, അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടും? 13 π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ compute the difference between the area of the circle and the area of the regular polygon. Correct up to 2 decimal places. ചുവടെയുള്ള ചിത്രത്തില് വൃത്തത്തിന്റെയും സമബഹുഭുജത്തിന്റെയും പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം, അല്ലെ? അത് 2 ദശാംശ സ്ഥാനങ്ങളിൽ കറക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കണം? ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അല്ലെ? ഈ സർക്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിച്ചാലോ? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? πr², അല്ലെ? അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? πr², അല്ലെ? πr². ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു സർക്കിളിന്റെ റേഡിയസ് എന്താ? ഈ 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? അത് സർക്കിളിന്റെ ഡയമീറ്റർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡയമീറ്റർ ആണെങ്കിൽ അത് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകണം, അല്ലെ? ഈ ലൈൻ അതായത് നമ്മുടെ സ്ക്വയറിന്റെ ഡയഗണൽ ആയിട്ട് വരും, അല്ലെ? ആ സ്ക്വയറിന്റെ ഡയഗണൽ സെന്ററിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത്? സർക്കിളിന്റെ സെന്ററിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത്? ആ ഡയഗണല് സർക്കിളിൽ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ആ കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, അല്ലെ? എപ്പോഴാണ് ഒരു കോൺ 90 ഡിഗ്രി ആവുന്നത്? അത് സെമി സർക്കിളിലെ കോൺ ആകുമ്പോൾ മാത്രമേ അത് 90 ഡിഗ്രി ആകത്തുള്ളൂ. അതായത് ഈ ഡയഗണൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് സെമി സർക്കിൾ ആയിരിക്കും, അല്ലെ? അപ്പോൾ നമുക്കറിയാലോ ഈ ലൈൻ അതായത് ഈ ഡയഗണൽ ഏതിലെ പാസ് ചെയ്ത് പോകുന്നത്? സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നേ. സെമി സർക്കിളിലല്ലേ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ ആ ലൈൻ ഡയഗണല് സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് ഈ 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സർക്കിളിനെ സംബന്ധിച്ച ഡയമീറ്റർ, അല്ലെ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്റർ ആണ് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസോ 2 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെ? അതിന്റെ നേർപകുതി. അതായത് 6 റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. അതായത് πr² ആണല്ലോ. അപ്പൊ 2 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു എത്രയെന്ന് കിട്ടും? 2ന്റെ സ്ക്വയർ 4. π ഇൻറ്റു 4 ചെയ്യണം, അല്ലെ? കാരണം എന്നാ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 2 ഡെസിമൽ പ്ലേസിൽ അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെറുതെ π എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോരല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? പൈയുടെ വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈയുടെ വാല്യൂ എത്രയാ? 3.14 ഇൻറ്റു 4 ചെയ്യണം, അല്ലെ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 314, അല്ലെ? 314 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16, 6 ശിഷ്ടം 1, 1 4 4, 4 1 5, 4 3 12. എത്ര കിട്ടും? 1256 കിട്ടും, അല്ലെ? ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഡെസിമൽ പ്ലേസിൽ 2 ഡിജിറ്റാ ഉള്ളത്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 12.56 എന്ന് കിട്ടും, അല്ലെ? 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയിരുന്നു, അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, അല്ലെ? സൈഡ് എ ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഏരിയ ഈക്വൽ ടു a² ആയിരിക്കും, അല്ലെ? ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ a² ആയിരിക്കും. ഇനി നമുക്ക് ഡയഗണലോ തന്നിരിക്കുന്നതെങ്കിലോ? ഡയഗണൽ d ആണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? 1/2 d² ചെയ്താൽ മതി, നമുക്ക് ഏരിയ കിട്ടും. നമുക്കൊരു സ്ക്വയറിന്റെ ഡയഗണൽ ആണ് തരുന്നത് എങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? 1/2 d² ചെയ്താൽ മതി.
ഇവിടെ നമുക്ക് ഡയഗണൽ ആണല്ലോ തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഡയഗണൽ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡി തന്നിട്ടുണ്ട്, ഡയഗണൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ 1/2 d സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി എത്രയാണ്? 4 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4ന്റെ സ്ക്വയർ എത്രയാ? 16 അല്ലേ? 16. 2ഉം 16 കൂടെ ക്യാൻസൽ ആയി പോവല്ലേ? 2ഉം 16 കൂടെ ക്യാൻസൽ ആയി പോയി. 16ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം അല്ലേ? 8 ടൈംസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതായത് ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ആ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം? 12.56 മൈനസ് ഏത് ചെയ്യണം? 8 ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 12.56 നിന്ന് 8 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4.56 കിട്ടും അല്ലേ? 4.56 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4.56 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ഫിഗറിന്റെ ഈ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആ സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ കണ്ടുപിടിക്കണം അല്ലെ? ഏരിയ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ πr² അല്ലെ? πr². അപ്പൊ നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം. സർക്കിളിന്റെ റേഡിയസ് വേണം. ഈ പിക്ചർ നോക്കിക്കേ, സർക്കിളിന്റെ റേഡിയസ് എത്രയാ? ഇവിടെയും ഈ 4 സെന്റിമീറ്റർ സർക്കിളിന്റെ ഡയമീറ്റർ ആണോ? അതെങ്ങനെ നമുക്ക് അറിയണത്? ഇവിടെ എന്താ ഫിഗർ വരച്ചിരിക്കുന്നത്? ഒരു റെഗുലർ ഹെക്സഗൺ ആണല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ നേർപകുതി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കിളിന്റെ ഹാഫ് ആയിരിക്കും. അതായത് ഒരു സെമി സർക്കിൾ ആയിരിക്കും. അതായത് ഈ കൊടുത്തിരിക്കുന്ന 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കിളിന്റെ എന്താണ്? ഡയമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാ? 4 സെന്റിമീറ്ററിന്റെ ഹാഫ് അല്ലെ? അതായത് 2 സെന്റിമീറ്റർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ അല്ലെ? റേഡിയസ് 2 ആണ്, അതുകൊണ്ട് 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എത്ര കിട്ടും? പൈ ഇൻറ്റു 4 കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ പൈയുടെ വാല്യൂ എത്രയാ? 3.14. അതായത് 3.14 ഇൻറ്റു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ ആൻസർ എത്രയാ? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 3.14 ഇൻറ്റു 4 എത്ര നമുക്ക് ആൻസർ കിട്ടിയത്? 12.56 അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.56 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് നമ്മുടെ സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്താ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ഇത് റെഗുലർ ഹെക്സഗൺ അല്ലേ? അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ? സോ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? റെഗുലർ ഹെക്സഗണിനെ നമുക്ക് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഇനി എല്ലാ ഡയഗണലിലും വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. എത്ര എണ്ണം? 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയായിരിക്കും? ഈ ടോട്ടൽ ലെങ്ത് 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ വെച്ചായിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകൾ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതായത് 6 ഇൻറ്റു ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ? അതായത് 6 ഇൻറ്റു ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? നമുക്കറിയാം √3a² ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ? √3a² ബൈ 4. അതായത് a എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു √3a² എത്രയാണ്? a എത്രയാ? 2 സെന്റിമീറ്റർ അല്ലെ? സോ √3 ഇൻറ്റു 2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു √3 ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാ? 4 അല്ലെ? അപ്പൊ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4. 4 കൂടെ ക്യാൻസൽ ആക്കാമല്ലോ. 4 കൂടെ ക്യാൻസൽ ആക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 6 ഇൻറ്റു √3 എന്ന് നമുക്ക് കിട്ടും. 6 ഇൻറ്റു √3 നമുക്ക് ചെയ്യണം അല്ലെ? കാരണം എന്നാ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 ഡെസിമൽ പോയിന്റിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്ക് √3യുടെ വാല്യൂ കൊടുക്കണം.
√3 വാല്യൂ എത്രയാ? 1.73 അല്ലേ? അതായത് 6 × 1.73. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും? 173 × 6. 3 6 18 8 ശിഷ്ടം 1. 7 6 42 1 43 ശിഷ്ടം 4. 1 6 6 6 4 10. എത്ര കിട്ടും? 1038 അല്ലേ? ഡെസിമൽ പ്ലേസിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10.38 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ റെഗുലർ ഹെക്സഗണിന്റെ അല്ലെങ്കിൽ സമഷഡ്ഭുജത്തിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 10.38 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? സോ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12.56 നിന്ന് 10.38 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 12.56 മൈനസ് 10.38 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടും? ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ. 12.56 മൈനസ് 10.38 16 മൈനസ് 8 8 അല്ലെ? ഇനി ഇവിടെ 4 ഉള്ളൂ. അപ്പൊ 4 മൈനസ് 3 1. ദെൻ ഡെസിമൽ ഇറക്കി എഴുതി. 2 മൈനസ് 0 2 1 മൈനസ് 1 0 അല്ലെ? അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2.18 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഈ വൃത്തത്തിന്റെയും റെഗുലർ ഹെക്സഗണിന്റെയും ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടി? 2.18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചേഴ്സ് ബിലോ സർക്കിൾസ് ആർ ഡ്രോൺ ത്രൂ ദ വെർട്ടീസസ് ഓഫ് എ സ്ക്വയർ ആൻഡ് എ റെക്ടാംഗിൾ. ഒരു സമചതുരത്തിന്റെ 4 മൂലകളിൽ കൂടിയും ഒരു ചതുരത്തിന്റെ 4 മൂലകളിൽ കൂടിയും എന്ത് വരച്ചിട്ടുണ്ട്? സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സർക്കിളിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? πr² അല്ലെ? πr². അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് അല്ലെങ്കിൽ ആരം കണ്ടുപിടിക്കണം. അതായത് ഈ സർക്കിളിന്റെ ആരം ആദ്യം കണ്ടുപിടിക്കണം അല്ലെ? ഈ സമചതുരമാണല്ലോ വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്വയർ ആണല്ലോ ഈ വരച്ചിരിക്കുന്നത്. സ്ക്വയറിന്റെ ഡയഗണൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കിളിന്റെ എന്തായിട്ട് മാറും? അത് ഡയമീറ്റർ ആയിട്ട് മാറത്തില്ലേ? ഇവിടെ നിന്ന് നേരെ ഡയഗണലി ഞാൻ വരയ്ക്കുവാണ്. അപ്പോൾ ഈ ലൈൻ ഈ സർക്കിളിനെ സംബന്ധിച്ച് എന്തായിട്ട് മാറും? ഡയമീറ്റർ ആയിട്ട് മാറും അല്ലെ? കാരണം എന്നാ? ഇവിടെ നമുക്കറിയാം സർക്കിളിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ് അല്ലെ? 90 ഡിഗ്രി സർക്കിളിൽ ഫോം ചെയ്യണമെങ്കിൽ അത് എവിടുത്തെ കോണായിരിക്കണം? സെമി സർക്കിളിലെ കോണായിരിക്കണം. അതായത് ഈ ലൈൻ എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലെ? റൈറ്റ് ട്രയാങ്കിളിന്റെ പേരെന്താ? ABC എന്ന് ഞാൻ കൊടുക്കാനായിട്ട് പോവാ. ABC. ഈ ABC ഒരു മട്ടത്രികോണമാണ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ? കാരണം ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടത്തില്ലേ? ഡയമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കാം അല്ലെ? അതിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പോവാണ് അല്ലെങ്കിൽ AC കണ്ടുപിടിക്കാനായിട്ട് പോവാ. AC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നു, പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നു അല്ലെ? നമ്മൾ കുറെ അത് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ഏത് ട്രയാങ്കിൾ എടുക്കുന്നു? ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC പൈതഗോറസ് തിയറം എന്താ? ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടീനിയസിന്റെ സ്ക്വയർ അല്ലെ? ബേസ് ഏതാണ്? AB. ABയുടെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ അതായത് BC അല്ലെ? BCയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടീനിയസ് ACയുടെ സ്ക്വയർ. AB എത്രയാണ്? 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലോ. 3ന്റെ സ്ക്വയർ പ്ലസ് BCയോ? ഈ ഒരു പിക്ചർ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ BC എത്രയായിരിക്കും? അത് 3 സെന്റിമീറ്റർ തന്നെയല്ലേ? കാരണം എന്നാ? സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലെ? അപ്പോൾ BCയും 3 സെന്റിമീറ്റർ. 3ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 18 ദാറ്റ് ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ AC എത്രയായിരിക്കും? AC ദാറ്റ് ഈസ് ഈക്വൽ ടു √18 എന്ന് നമുക്ക് കിട്ടും. AC എന്താ? ഡയമീറ്റർ ആണ്. നമുക്ക് എന്താ വേണ്ടത്? റേഡിയസ് മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും?
റേഡിയസ് എത്രയാണ്? √18 ഹാഫ് അല്ലെ? √18 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കാം നമുക്ക്? ഏരിയ കണ്ടുപിടിക്കത്തില്ലേ? സോ ഏരിയ ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ തന്നെ πr² അല്ലെ? πr² ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? √18 ഡിവൈഡ് ബൈ 2 അല്ലെ? √18 ഡിവൈഡഡ് ബൈ 2 അതിന്റെ സ്ക്വയർ πr² അല്ലേ? അപ്പൊ അതിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇതൊരു ഫ്രാക്ഷനാ അല്ലെ? ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരും? ആ √18 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഓരോന്നിന്റെ സ്ക്വയർ കണ്ടേ. ഇപ്പൊ പൈ ഇൻറ്റു √18 സ്ക്വയർ, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും അല്ലെ? നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 18 മാത്രം കിട്ടും അല്ലെ? 18 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. 18 4 ക്യാൻസൽ ആകുമല്ലോ. നമുക്ക് എത്ര കൊണ്ട് ക്യാൻസൽ ആക്കാം? 2 കൊണ്ട് ക്യാൻസൽ ആക്കാം അല്ലെ? അപ്പോൾ 18 2 എത്ര പ്രാവശ്യം ഉണ്ട്? 9 ടൈംസ് അല്ലെ? 4 2 ടൈംസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9/2 പൈ എന്ന് കിട്ടും അല്ലെ? 9/2 പൈ. അതായത് ഈ സർക്കിളിന്റെ ഏരിയ എന്താണ്? 9/2 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. വേണമെങ്കിൽ പൈയുടെ വാല്യൂ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 9/2 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അടുത്തത് രണ്ടാമത്തെ പിക്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, πr². അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ ആദ്യം റേഡിയസ് അല്ല കണ്ടുപിടിക്കുന്നത്, ആദ്യം ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ ചതുരത്തിന്റെ ഒരു ഡയഗണൽ ഞാൻ വരയ്ക്കുവാണ്. ഈ ഡയഗണൽ ഈ സർക്കിളിനെ സംബന്ധിച്ച് എന്താ? ഡയമീറ്റർ അല്ലെ? കാരണം എന്നാ? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി ആണ് വരുന്നത്. ഒരു സെമി സർക്കിളിലെ കോണ എപ്പോഴും 90 ഡിഗ്രി വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ഡയഗണൽ നമ്മുടെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് അല്ലെ? ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും അല്ലെ? PQR എന്ന് നമുക്ക് പേര് കൊടുക്കാം. PQR എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടിനിസ് കണ്ടുപിടിക്കാം അല്ലെ? PR നമുക്ക് കണ്ടുപിടിക്കാം. ഇൻ ട്രയാംഗിൾ PQR എന്താ പൈതഗോറസ് തിയറം? PQ² + QR² ദാറ്റ് ഈസ് ഈക്വൽ ടു PR² അല്ലെ? PQ² + QR² ദാറ്റ് ഈസ് ഈക്വൽ ടു PR². PQ എത്രയാണ്? 4 സെന്റിമീറ്റർ. 4 സ്ക്വയർ പ്ലസ് QR ഈ ഒരു ലെങ്താ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റെക്ടാംഗിൾ ആണ് അല്ലെ? അപ്പോൾ ഈ സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇപ്പറയും 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ? അതായത് QR 2 സെന്റിമീറ്റർ. 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു PR². 4 സ്ക്വയർ 16 പ്ലസ് 2 സ്ക്വയർ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു PR². 16 + 4 20 ദാറ്റ് ഈസ് ഈക്വൽ ടു PR². അങ്ങനെയാണെങ്കിൽ PR എത്രയായിരിക്കും? PR ദാറ്റ് ഈസ് ഈക്വൽ ടു √20 എന്ന് നമുക്ക് കിട്ടും. PR എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ്? അതായത് √20 പകുതി. √20 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് കിട്ടി അല്ലെ? ഇനി ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്നാ? πr² ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് എത്രയാ? √20 ഡിവൈഡ് ബൈ 2. അതായത് √20 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും ഒരു ഫ്രാക്ഷൻ ആണല്ലോ. അപ്പൊ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലെ? സോ പൈ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ സ്ക്വയർ √20 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അതായത് 2 സ്ക്വയർ അല്ലെ? 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു √20 സ്ക്വയർ എത്രയാണ്? ആ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലെ? അത് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അതുകൊണ്ട് റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയുണ്ട്? 20 അല്ലെ? ഡിവൈഡഡ് ബൈ 2 സ്ക്വയറോ? 4 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 20 ഡിവൈഡ് ബൈ 4 5 കിട്ടും അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും?
5π എന്ന് കിട്ടും അല്ലെ. 5π യൂണിറ്റ് തന്നെ സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ രണ്ടാമത്തെ സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 5π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്താ ആദ്യത്തെ പിക്ചർ? ആദ്യത്തെ പിക്ചറിൽ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ 4 കോർണറും സെന്റർ ആക്കിക്കൊണ്ട് 4 സർക്കിളും വരച്ചിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? ഇങ്ങനത്തെ 4 സ്ക്വയർ ചേർത്ത് വെച്ചു. 4 സ്ക്വയർ ചേർത്ത് വെച്ച് വലിയൊരു സ്ക്വയർ ഉണ്ടാക്കി. ആ വലിയ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരച്ചു. ഇനി നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ലാർജ് സർക്കിൾ, ഈ ലാർജ് സർക്കിളിന്റെ, ഈ വലിയ സർക്കിളിന്റെ ഏരിയ ഈസ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ 4 സ്മോൾ സർക്കിൾസ്. ഈ ചെറിയ 4 സർക്കിൾസിന്റെയും ഏരിയകൾ കൂട്ടുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ നീല കളറിലുള്ള ഈ ലാർജ് സർക്കിളിന്റെ ഏരിയ ആരോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ 4 ചെറിയ സർക്കിളിന്റെ ഏരിയകൾ അല്ലെങ്കിൽ പരപ്പളവുകൾ കൂട്ടിയതാണെന്ന് പ്രൂവ് ചെയ്യണം. ഏരിയ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും അളവുകൾ തന്നിട്ടുണ്ടോ? ഒരളവുകളും തന്നിട്ടില്ല അല്ലേ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ? πr². πr² ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണമായിരുന്നു? റേഡിയസ് വേണമായിരുന്നു അല്ലേ. ഇതിനകത്ത് എന്തെങ്കിലും അളവ് തന്നിട്ടുണ്ടോ? ഒരളവും തന്നിട്ടില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഏരിയ കണ്ടുപിടിക്കുന്നത്? ഒരളവുകളും തരാത്ത സ്ഥിതിക്ക് റേഡിയസ് ആയിട്ട് ഒരു വേരിയബിൾ എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ചെറിയ സർക്കിളിന്റെ റേഡിയസ് ഇവിടെ നിന്ന് ഇവിടം വരെയല്ല റേഡിയസ്. ആ റേഡിയസ് ഞാൻ r ആയിട്ട് എടുത്തു. r. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? അതും r തന്നെ ആയിരിക്കൂലേ. കാരണം എന്നാ, ഒരു വശത്തിന്റെ പകുതിയാണ് റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ. ഈ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? അതും r തന്നെ ആയിരിക്കും. ഇതും r തന്നെ ആയിരിക്കും അല്ലെ. അതായത് റേഡിയസ് r ഉള്ള എത്ര സർക്കിൾ ഉണ്ട്? 4 സർക്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ πr² അല്ലെ. ഇവിടെ നമ്മൾ റേഡിയസ് r ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഏരിയ എന്തായിരിക്കും? πr² തന്നെ ആയിരിക്കും. ആ ഇക്വേഷൻ തന്നെ ആയിരിക്കും. കാരണം എന്നാ, റേഡിയസ് ആയിട്ട് നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്? r തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ചെറിയ ഒരു സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? πr² ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സർക്കിൾസിന്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ഒരെണ്ണത്തിന്റെ ഏരിയനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ 4 സ്മോൾ സർക്കിൾസ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 4 × πr² അല്ലെ. 4 × πr². ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 4πr² എന്ന് നമുക്ക് കിട്ടും അല്ലെ. 4πr². അതായത് ഈ ചെറിയ 4 സർക്കിളിന്റെയും ഏരിയകളുടെ സമ്മ് 4πr² എന്ന് കിട്ടും അല്ലെ. ഇനി എന്താ കണ്ടുപിടിക്കണം? ഈ ലാർജ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ലാർജ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണം അല്ലെ. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് എവിടെ തൊട്ട് എവിടം വരെയാ? ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് റേഡിയസ് അല്ലെ. അതായത് ആ റേഡിയസ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലേ. 4 സ്ക്വയറുകൾ ചേർത്ത് വെക്കുന്നതാണ് ഈ വലുത് അല്ലെ. അതിനകത്ത് ഒരു സ്ക്വയറിന്റെ സൈഡാണ് നമ്മുടെ ഈ റേഡിയസ് ആയിട്ട് വന്നേക്കുന്നത്. ആ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാന്ന് നോക്കിക്കേ. ഒരു സൈഡിന്റെ ഹാഫ് ആണ് നമ്മൾ റേഡിയസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഇവിടെയും ഒരു r ഉണ്ടല്ലോ, റേഡിയസ് ഉണ്ടല്ലോ. അതായത് r + r 2r ആയിരിക്കൂലേ. ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ് 2r അല്ലെ. ആ സ്ക്വയർ തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് എത്രയായിട്ട് മാറും? ഇവിടെ r, ഇവിടെ r, അതായത് 2r ആയിട്ട് മാറും അല്ലെ. 2r. അതായത് നമ്മുടെ വലിയ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിട്ട് മാറും? 2r ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? πr² ആണ് അല്ലെ. അപ്പോൾ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? πr² ആണ്. πr² ദാറ്റ് ഈസ് ഈക്വൽ ടു π × റേഡിയസ്. റേഡിയസ് എത്രയാണ് ഇവിടെ? 2r ആണ് നമ്മുടെ റേഡിയസ് അല്ലെ. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? π × 2r² എന്ന് പറഞ്ഞു വരും അല്ലെ. കാരണം എന്നാ, റേഡിയസ് r അല്ല 2r ആണ് ഇവിടെ റേഡിയസ് അല്ലെ. അപ്പൊ റേഡിയസിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? 2r എഴുതിക്കോണം. സോ π × 2r² ദാറ്റ് ഈസ് ഈക്വൽ ടു π ×
2rന്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലെ, അതായത് 2വിനും സ്ക്വയർ കൊടുക്കണം, rനും സ്ക്വയർ കൊടുക്കണം. അപ്പൊ എന്ത് വരും? 2വിന്റെ സ്ക്വയർ 4 വരും അല്ലെ, 4 ഇൻറ്റു rന്റെ സ്ക്വയർ r² എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നേ? 4πr² എന്ന് എഴുതാം അല്ലെ, 4πr². അത് തന്നെയല്ലായിരുന്നു ആദ്യം കിട്ടിയത്? 4 ചെറിയ സർക്കിളിന്റെ ഏരിയകളുടെ സമ്മ എത്രയായിട്ടായിരുന്നു കിട്ടിയത്? 4πr² അല്ലായിരുന്നു? ലാർജ് സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് തന്നെ കിട്ടി? 4πr² എന്ന് തന്നെ കിട്ടി അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാം? ദ ഏരിയ ഓഫ് ദ ലാർജ് സർക്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ 4 സ്മോൾ സർക്കിൾസ്. ശരിയല്ലേ? ഈ 4 ചെറിയ സർക്കിൾസിന്റെ ഏരിയകളുടെ സമ്മ് ആരോട് ഈക്വൽ ആണ്? ലാർജ് സർക്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആണ് അല്ലെ. ഇതായിരുന്നല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? 4 ചെറിയ സർക്കിൾസിന്റെ ഏരിയകളുടെ സമ്മ് ആരോട് ഈക്വൽ ആണ്? ഈ ലാർജ് സർക്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആണ്.